കർണാടക ഒരു ടെസ്റ്റ് കേസാണ്. ഇത്തവണ കർണാടകയിൽ കോൺഗ്രസ് കുറെ കൂടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കും എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ സർക്കാർ നടത്തിയ ജനക്ഷേമ പരിപാടികൾ അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും എന്നുള്ളൊരു ഫീലുണ്ടായിരുന്നു. BJPക്ക് അകത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ JDSലെ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉയർന്ന ആരോപണം പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ കർണാടകയിൽ BJPക്ക് വലിയ നേട്ടം ഉണ്ടാകും എന്ന് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. കേരളത്തിൽ BJP ഒരുപക്ഷെ 1 മുതൽ 3 വരെ സീറ്റ് നേടിയേക്കാമെന്ന പ്രവചനം വരുന്നു. ആന്ധ്രാപ്രദേശിൽ NDA സഖ്യം വലിയ നേട്ടമുണ്ടാകും. ദക്ഷിണേന്ത്യ വെച്ച് നോക്കുമ്പോൾ ഈ പ്രവചനം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എക്സിറ്റ് പോളുകൾ ശരിയാണോ തെറ്റാണോ എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഈ എക്സിറ്റ് പോളുകൾ എന്നുള്ളത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എങ്ങനെയാണ് അത് പ്രസക്തമാവുന്നത്. അപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾ ഓൾറെഡി ഈ എക്സിറ്റ് പോൾ എന്ന ആ പ്രോസസ്സിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം മാനിപ്പുലേഷന് വളരെയധികം സാധ്യതയുള്ള ഒരു പ്രക്രിയയാണിത്. എങ്ങനെയാണ് ഇത് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത്, എങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഒരു സക്രിയ ഘടകമാകുന്നത് എന്നതുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇപ്പം ഈ ഒരു സംശയം ആദ്യമേ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കോൺഗ്രസ് പറഞ്ഞത് ഇത് തീർച്ചയായും മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും BJPക്ക് ഒരു കളമൊരുക്കുന്ന ഒരു രീതിയിലുള്ള എക്സിറ്റ് പോളുകളാണ് വരാൻ സാധ്യതയുള്ളത് എന്നും കോൺഗ്രസ് ആദ്യമേ പറഞ്ഞു. അതുകൊണ്ടാണ് അവർ എക്സിറ്റ് പോളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ BJP അധികാരത്തിൽ വരും എന്ന് ഒരു ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുകയും അങ്ങനെ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും ജനങ്ങൾ പരിഭ്രാന്തരാവാന്ന അല്ലെങ്കിൽ വേറൊരു രീതിയിൽ റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു കളമൊരുക്കുക എന്ന രീതിയിലാണ് എക്സിറ്റ് പോളുകൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്നാണ് മുമ്പ് കോൺഗ്രസ് പറഞ്ഞത്. ഏതാണ്ട് അത് ശരിവെക്കുന്ന രീതിയിലാണ് ഈ ഒരു എക്സിറ്റ് പോളുകൾ നടന്നിട്ടുള്ളത്. അവരുടെ സാമ്പിളിംഗ് എങ്ങനെയാണ്, അവരുടെ മെക്കാനിസം എന്താണ്, മെത്തഡോളജി എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു എക്സർസൈസ് വാസ്തവത്തിൽ ആവശ്യമുള്ളതാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഒരുപക്ഷെ ഇനിയുള്ള കാലങ്ങളിൽ ഉയർത്തേണ്ടി വരിക. അപ്പോൾ വാസ്തവത്തിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ ചില പ്രവചനങ്ങളൊക്കെ ശരിയായി വന്നേക്കാം, ചില പ്രവചനങ്ങൾ തെറ്റായേക്കാം. അങ്ങനെ വന്ന ശരിയായത് കൊണ്ടോ തെറ്റായത് കൊണ്ടോ ഇത് ജനങ്ങളുടെ ഒരു പ്രിഫറൻസ് അല്ല, ജനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുന്ന ഒന്നും ഇതിലില്ല. വെറും ഒരു ക്യൂരിയോസിറ്റി എലിമെൻറ്റിനപ്പുറത്തേക്ക് 2 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ച എന്നതിലുപരിയായിട്ട് വാസ്തവത്തിൽ ഇത് ജനങ്ങളുടെ പ്രതീക്ഷകളെയോ ജനങ്ങളുടെ ആഗ്രഹങ്ങളെയോ ഒന്നും ഏതെങ്കിലും രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. കാരണം അതിന് മാനിപ്പുലേഷനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അപ്പോൾ ഇനിയുള്ള ചർച്ചകൾ വേണ്ടത് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള BJP എന്നത് അല്ലെങ്കിൽ സംഘപരിവാർ എന്നത് അവർക്ക് ലഭ്യമായ എല്ലാറ്റിനെയും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണല്ലോ അവർക്കുള്ളത്. അങ്ങനെ ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ ഒരു ഇന്നസെൻ്റായിട്ട് ഒരു എക്സിറ്റ് പോളുകൾ നടക്കപ്പെടുമെന്നോ അങ്ങനെ ഒരു പ്രക്രിയ തെരഞ്ഞെടുപ്പ് തന്നെ അത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ എക്സിറ്റ് പോളിനെ കുറിച്ച് മാത്രം അത് വളരെ സ്വതന്ത്രവും നീതിപൂർവമായി നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യല്ലോ. റൈറ്റ്, അതങ്ങനെ ആയിരിക്കത്തന്നെ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുന്നു. കേരളത്തെ സംബന്ധിച്ച് എക്സിറ്റ് പോളുകൾ പറയുന്നത് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും ഒരു സീറ്റിൽ BJPക്ക് സാധ്യത പറയുന്നു. 1 മുതൽ 3 വരെ സീറ്റുകൾ BJPക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന എക്സിറ്റ് പോളുകളുണ്ട്. ചില എക്സിറ്റ് പോളുകൾ BJPക്ക് 27% വോട്ട് പെർസെൻറ്റേജ് കേരളത്തിൽ ഉണ്ടാകും എന്ന് പറയുന്നു. ആ എക്സിറ്റ് പോൾ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിയുടെ വോട്ട് ശതമാനം 29% താഴും എന്ന് പറയുന്നു. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നോ തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കേരളത്തിനെ കുറിച്ച് കാര്യമാണല്ലോ കൃത്യമായി അറിയുക. മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള ഇപ്പോൾ ഇതേ സാധനമായിരിക്കും. അപ്പോൾ 27% വോട്ട് ഷെയർ BJPക്ക് ഉണ്ട് എന്ന് K. സുരേന്ദ്രൻ പോലും പറയുന്നത് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതാണ് കേരളത്തിലെ എക്സിറ്റ് പോളിൻ്റെ അവസ്ഥ. അപ്പോൾ ജനറലി ഒരു UDFന് 15 സീറ്റുകളാണല്ലോ, 15+ സീറ്റുകളാണ് ഈ എല്ലാ എക്സിറ്റ് ഫലങ്ങളും പറയുന്നത്. BJPക്ക് 1 മുതൽ 3 വരെ. അത് ഏതാണ്ട് യാഥാർത്ഥ്യവുമായി ഒത്തുപോകുന്നതാണെന്നത്. ചിലപ്പോൾ 4 സീറ്റ് വരെ BJP കിട്ടുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ 27% വോട്ട് കിട്ടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അപ്പം അങ്ങനെയായിരിക്കാം ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രൊജക്ഷൻ ഇങ്ങനെയാണെങ്കിൽ
നേരത്തെ പറഞ്ഞതുപോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും? കർണാടകത്തിൽ വലിയൊരു പ്രശ്നമുണ്ട്. കർണാടകത്തിൽ ഇപ്പോൾ ഇപ്രാവശ്യം BJP എന്തായാലും കഴിഞ്ഞ വർഷത്തെ പ്രകടനത്തിലേക്ക് വരില്ല എന്ന് ഏതാണ്ട് തീർച്ചയായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇതിൻ്റെ ഈ എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത്, അതിൻ്റെ പിന്നിലുള്ള മാനിപ്പുലേഷൻസ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് എത്രത്തോളം യഥാർത്ഥത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു പ്രതിഫലനമാണ് എന്നുള്ള കാര്യം സംശയിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 27% BJPക്ക് കിട്ടും എന്നുള്ളത്, അല്ലെങ്കിൽ BJP 1 മുതൽ 4 വരെ സീറ്റുകൾ കിട്ടുന്നുവെന്ന് പറയുമ്പോൾ ആ പറയുന്ന സമയത്താണ് ആ ഒരു എലിമെൻ്റാണ് പക്ഷേ എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യതയെക്കുറിച്ച് സംശയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്.